നമ്മൾ ഈ ഗ്രീൻ പീസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമ്മളെ ഓഡിയൻസിനൊന്ന് പറഞ്ഞു കൊടുക്കും. ഹലോ എവ്രി വൺ, എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ കോഴിക്കോട്ടുകാർ ഒരു സ്പെഷ്യൽ ഡിഷാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. സംഭവം ഗ്രീൻ പീസ് എന്ന് പറയും. നമ്മൾ വൈകുന്നേരമൊക്കെ നിങ്ങൾ വീട്ടിലുണ്ടാക്കിയ നല്ല ടേസ്റ്റുള്ളൊരു സംഭവമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അപ്പോൾ അത് ഞാൻ നമ്മുടെ ബാവുക്കൻ്റെ തട്ടുകടയിൽ വന്നിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ബാവുക്കൻ്റെ ഗ്രീൻ പീസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പോയി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ബാവുക്ക. നമ്മൾ ഈ ഗ്രീൻ പീസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമ്മളെ ഓഡിയൻസിനൊന്ന് പറഞ്ഞു കൊടുക്കും. ഗ്രീൻ പീസ് വേവിച്ചെടുക്കാം, വെള്ളത്തിലിട്ടിട്ട് വേവിച്ചെടുക്കാം. എന്നിട്ട് പിന്നെ മസാലകളാണ് ഉള്ളി, പിന്നെ പച്ചമുളക്, മല്ലിച്ചപ്പ്, കരിവേപ്പില. ഉള്ളി, പച്ചമുളക്, മല്ലിച്ചപ്പ്, കരിവേപ്പില, വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി. ഇത് അതിൻ്റെ മസാല ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ബിരിയാണി മസാല ഇത്ര ഇട്ടിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ബിരിയാണി മസാല ഇതിട്ടിട്ട് ഇത് മസാല ആക്കിയതിന് ശേഷം ഇൻഗ്രീഡിയൻസ് അതൊന്ന് വേവിച്ചിട്ട് മാറ്റിയെടുക്കുക. ചട്ടിയിലിട്ടിട്ടൊന്ന് മാറ്റിയെടുക്കുക. സിമ്പിൾ പരിപാടി. മുട്ട ഇടുന്നത് ഇവിടെ രണ്ടാമത്തെ സ്റ്റേജാണ്. ആദ്യം മസാല ഉണ്ടാക്കിയിട്ട് രണ്ടാമത്തെ മുട്ട ആദ്യം ചട്ടി ചൂടാക്കുക. അപ്പൊ ഈ മസാല മിക്സ് ചെയ്തിട്ട് ആദ്യം എടുത്ത് വെക്കണം. മിക്സ് ചെയ്ത് എടുത്ത് വെക്കും. ഓക്കെ. എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ വരാം, ഓയിൽ വരാം. ഓക്കെ. അതായത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് വെളിച്ചെണ്ണ പാരേണ്ടവർക്ക് വെളിച്ചെണ്ണ അതിലിട്ടിട്ട് ചെയ്യാം, ഓയിൽ ആണ് ഇഷ്ടമുള്ളവർക്ക് ഓയിലിട്ട് ചെയ്യാം. അപ്പോൾ അതിൽ ഒഴിച്ചതിന് ശേഷം പിന്നെ മുട്ട പൊട്ടിച്ച് പോരാം. പിന്നെ അതായത് ഫ്രൈ ചെയ്തിട്ട് എത്ര കോഴി ഇതിലേക്ക് ഗ്രീൻ പീസിലേക്കാണ്? ഡബിള് സിംഗിൾ എന്നുള്ള കുറച്ചിട്ട് അതൊരു കണക്കാണ്. സ്പൂണിൻ്റെ അത് പറയാൻ പറ്റും. അതിലേക്ക് വേണ്ട മുട്ട അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതനുസരിച്ചിട്ടാണ് നമ്മൾ മസാല ആക്കി വെച്ചത്. മസാല ആക്കി വെച്ചത് സിമ്പിൾ പരിപാടി. മുട്ടുണ്ട്, പിന്നെ ഇത് കാടമുട്ട മസാല, ഇത് താറാമുട്ടയാണ്, അതേപോലെ തന്നെ പൊതിഞ്ഞ മുട്ട എന്നാണ് പറഞ്ഞത്. ഇത് സ്റ്റഫ് ചെയ്തിരിക്കുകയാണ്. എന്താന്ന് തുറന്നു വെക്കാം. എന്തെങ്കിലും സ്റ്റഫ് ചെയ്തിട്ടുള്ള മുട്ടയാണ്. സ്റ്റഫ് ചെയ്തിരിക്കുക. ഇതിൽ ഉള്ളിയുണ്ട്, പുതിനുണ്ട്, പച്ചമുളക്, കുരുമുളക്.
ഇവിടെ ഏറ്റവും കൂടുതൽ ചെലവ് വരുന്നത് ഗ്രീൻ പീസ് ആണ് അല്ലേ? ഗ്രീൻ പീസ് ആണ് വരുന്നത്. വേറെ എന്തൊക്കെ സ്പെഷ്യൽ ഡിഷ് ഉണ്ട് ഇവിടെ? വേറെ പുട്ട് ബിരിയാണി ഉണ്ട്, ബ്രെഡ് ഓംപ്ലേറ്റ് ഉണ്ട്, മസാല ഓംപ്ലേറ്റ് ഉണ്ട്, പിന്നെ കാട മസാല ഉണ്ട്, കാട മസാല ഉണ്ട്, മുട്ടക്കിഴി എന്ന് പറഞ്ഞിട്ടുണ്ട്. മുട്ടക്കിഴി ഓക്കെ. അത് സ്റ്റഫ് ചെയ്തിട്ടുള്ള സാധനം മുട്ടക്കിഴി എന്നുള്ളത്. പിന്നെ ഇത് താറാവ് മുട്ട മസാല അതുണ്ട്. പിന്നെ ഇത് എവിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഈ ഒരു തട്ടുകടന്റെ ലൊക്കേഷൻ, ബാഗിന്റെ തട്ടുകടന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയിലെ ഫറോക്കിന് തൊട്ടടുത്തായിട്ടുള്ള ചുങ്കത്താണല്ലേ? ചുങ്കത്ത് അല്ലാമ മാർബിൾസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പുള്ളിക്കാരന്റെ ചെറിയൊരു തട്ടുകട ഉള്ളത്. അപ്പൊ ഇവിടെ വന്നാല് ലൈവായിട്ട് നിങ്ങൾക്ക് കഴിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പുള്ളി പറഞ്ഞ റെസിപ്പിയിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് എല്ലാവർക്കും നോക്കാം. തൊട്ടടുത്തുള്ള കോഴിക്കോടൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വന്ന് ടേസ്റ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇതുവഴി ഹൈവേ വഴി പാസ് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ കേറിയിട്ടൊന്ന് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ സ്പെഷ്യൽ ഗ്രീൻ പീസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും വീട്ടിലൊക്കെ ട്രൈ ചെയ്തെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അതുപോലെ തന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ഇതുവരെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ പോയി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. അപ്പം അടുത്തൊരു പുതിയൊരു വീഡിയോയിൽ കാണുന്നവർക്കും ദിസ് ഈസ് മീ റോഷൻ സൈനിങ് ഓഫ്.